കേൾക്കാം മാതാജി. തുടങ്ങാം. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീരാധാം ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ്, ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ, ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്, ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ്, നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ, നിതായ് ഗൗര ഹരി ബോൾ, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് की जय, ശ്രീല ഗുരുദേവ് की जय, നിതായ് പ്രമാണിന്റെ ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ എടുക്കാൻ പോണ ശ്ലോകം അധ്യായം 9, സ്കന്ധം 1 അധ്യായം 9 ശ്ലോകം 11. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭീഷ്മ പിതാമഹന്റെ ആ വിയോഗത്തിന് ഉള്ള സമയത്തുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഭീഷ്മ ദേവര് നമുക്കറിയാം ശരശയ്യയില് കുരുക്ഷേത്ര യുദ്ധത്തില് അർജുനന്റെ അമ്പുകളേറ്റ് ശരശയ്യയിൽ കിടക്കുന്ന സമയമാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഈ ശ്ലോകത്തില് യുധിഷ്ഠിരനും സഹോദരന്മാരും പോയിട്ട് ഭീഷ്മദേവനെ കാണുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് മംഗളാചരണം ചെയ്യാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാൻ ശ്രീ വിശാഖാന്വിതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്ലോകം വായിക്കാം. ശ്ലോകം 11. പാണ്ഡുപുത്രാനാമുപാസീനാൻ പ്രശ്രയ പ്രേമ സംഗതാൻ
അഭ്യാചഷ്ടാനുരാഗാശ്രൈരാന്ദ്രീഭൂതേന ചക്ഷുഷാ പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയ പ്രേമ സംഗതാൻ അഭ്യാചഷ്ടാനുരാഗാശ്രൈ അന്തിഭൂതേന ചക്ഷുഷ. സോറി, ഞാൻ ആദ്യം അന്ത്രി എന്ന് പറഞ്ഞ അന്തി എന്നാണ്. അന്തിഭൂതേന ചക്ഷുഷ. അർത്ഥം: പാണ്ഡു മഹാരാജാവ് യുധിഷ്ഠിരന്റെയും അദ്ദേഹത്തിന്റെ ഭ്രാതാക്കളുടെയും മരിച്ചുപോയ പിതാവ്, പുത്രന്മാരുടെ ഉപാസീനാൻ സമീപം മൗനമായി ഉപവിഷ്ടരായ, പ്രശ്രയ മറികടക്കപ്പെട്ട്, പ്രേമ സ്നേഹവികാരത്തിൽ, സംഗതാൻ സംഗമിച്ചു, അഭ്യാചഷ്ട അനുമോദിച്ചു, അനുരാഗ വികാര പാരവശ്യത്തോടെ, അശ്രൈഹി ഹർഷോന്മാദത്തോടെയുള്ള അശ്രുക്കളാൽ, അന്തീഭൂതേന ആധിക്യത്താൽ, ചക്ഷുഷ അദ്ദേഹത്തിന്റെ നയനങ്ങളാൽ. വിവർത്തനം: മരണാസന്നനായ പിതാമഹന്റെ സമീപം സ്നേഹാധിക്യത്തോടെ പാണ്ഡു മഹാരാജാവിന്റെ പുത്രർ മൗനമായി ഉപവിഷ്ടരായിരുന്നു. ഇതുകണ്ട് ഭീഷ്മർ വികാര പരവേശത്തോടെ അവരെ അനുമോദിച്ചു. സ്നേഹവാത്സല്യങ്ങളുടെ ആധിക്യത്താൽ അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. ഭാവാർത്ഥം: ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാരാജാവ് പാണ്ഡു മൃത്യുവിന് ഇരയായപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രന്മാരെല്ലാം ചെറിയ ബാലന്മാരായിരുന്നു. ആകയാൽ സ്വാഭാവികമായും അവർ രാജകുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ, വിശേഷിച്ചും ഭീഷ്മദേവന്റെ വാത്സല്യത്തിൻ കീഴിലാണ് വളർന്നു വന്നത്. പിന്നീട് പാണ്ഡവർ മുതിർന്നപ്പോൾ കൗശലക്കാരായ ദുര്യോധനനും കൂട്ടരും അവരെ വഞ്ചിച്ചു. പാണ്ഡവർ നിരപരാധികളെന്നും അവരെ അനാവശ്യമായി വിഷമത്തിൽ അകപ്പെടുത്തുകയാണെന്നും ഭീഷ്മദേവന് നല്ലവണ്ണം അറിയാമായിരുന്നുവെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ അവരുടെ പക്ഷം നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ മഹാരാജാവ് യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ഉദാത്തരായ തന്റെ പൗത്രർ തന്റെ സമീപം സൗമ്യരായി ഉപവിഷ്ടരായിരിക്കുന്നത് ദർശിച്ച മഹായോദ്ധാവായ ഭീഷ്മ പിതാമഹന് തന്റെ വാത്സല്യ നിർഭരമായ ആനന്ദാശ്രുക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അശ്രുക്കൾ അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ നിന്ന് താനേ പൊഴിഞ്ഞു. അത്യന്തം ധർമ്മിഷ്ഠരായ തന്റെ പൗത്രർ അനുഭവിച്ച കൊടിയ ദുരന്തങ്ങൾ അദ്ദേഹം സ്മരിച്ചു. ദുര്യോധനന്റെ സ്ഥാനത്ത് യുധിഷ്ഠിരന്റെ സിംഹാസനാരോഹണം നടന്നതിൽ നിശ്ചയമായും ഭീഷ്മദേവൻ അത്യധികം സംതൃപ്തനായ വ്യക്തിയായിരുന്നു. ആകയാൽ അദ്ദേഹം അവരെ അനുമോദിക്കാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രയേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവിനൈഷ്ടകിം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു സീൻ എന്താന്ന് വെച്ചാല്, യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിന്റെ സഹോദരന്മാര് പാണ്ഡു 5 പേരുണ്ട് അല്ലെ, അവരത്രയും പേര് ദേവൻ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മദേവന്റെ അടുത്ത് വന്ന് മൗനമായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭീഷ്മദേവര് ചിന്തിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ള 2 കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. അതായത് ഒന്ന് യുധിഷ്ഠിരനും ഒന്ന് ഭീഷ്മരും. ഇവര് രണ്ടാളും ധർമ്മത്തിന് അത്രയധികം മുൻതൂക്കം കൊടുക്കുന്നവരാണ്. യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാല് 12 മഹാജനങ്ങളിലായ ഒരാളാണ്. അതായത് യമദേവനാണ് ആ ശ്ലോകം തന്നെ പറയണത് അല്ലെ. ആ യമദേവന്റെ പുത്രനും സ്വയം മഹാജനങ്ങളിൽ ഒരാളായ ഭീഷ്മദേവരുമാണ് അവിടെ ഇരിക്കുന്നത്. യുധിഷ്ഠിരൻ ഈ യുദ്ധം കഴിഞ്ഞ സമയത്ത് വളരെയധികം വിഷമിച്ചിട്ടുള്ള അവസ്ഥയാണ്. കാരണം യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ മൂർത്തിഭാവമാണ്. എന്താ കാര്യം ഉണ്ടെങ്കിലും ധർമ്മത്തിനും സത്യത്തിനും എതിരായിട്ട് അദ്ദേഹം ഒന്നും തന്നെ ചെയ്യില്ല. അതിന് അദ്ദേഹം കുറെ ചീത്ത അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഇഷ്ടം എന്താണോ അതിനപ്പുറം ധർമ്മത്തിനെ നിരക്കാത്തതൊന്നും യുധിഷ്ഠിരൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെയാണ് ഭീഷ്മര്. ഭഗവാന്റെ എതിരായിട്ട് നിന്നിട്ട് പോലും ഭഗവാന്റെ ഇച്ഛയ്ക്കും ഭഗവാന്റെ സന്തോഷത്തിനും ഭഗവാന്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയാം. അതായത് ധർമ്മത്തിനെ എങ്ങനെയാണ് നിൽക്കുന്നത് അതാണ് യുധിഷ്ഠിരൻ എന്നുണ്ടെങ്കിൽ
ഒരു റിഫ്ലക്ഷൻ മാതിരിയാണ് യുധിഷ്ഠിരൻ ഉണ്ടെങ്കിൽ ധർമ്മത്തിനെ എങ്ങനെ നിലനിർത്തണമെന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഭീഷ്മരെ നമുക്ക് കാണിച്ചു തരികയാണ് ഇവിടെ. അപ്പൊ ഭീഷ്മരുടെയും യുധിഷ്ഠിരന്റെയും, കാരണം യുധിഷ്ഠിരൻ ഈ യുദ്ധത്തിലുണ്ടായ എല്ലാ എന്താ പറയാ യോദ്ധാക്കളും മരിക്കുന്നുണ്ട് അല്ലെ. ഈ യോദ്ധാക്കൾ അത്രയും പേര് മരിച്ചപ്പോ യുധിഷ്ഠിരൻ എന്താ വിചാരിക്കണേ, ഈ ഒരു സിംഹാസനം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ചെയ്തത്. ശരിക്കും ആ ഒരു നല്ല മനസ്സാണ്. നമ്മൾ പറയും പരദുഃഖ ദുഃഖി എന്നല്ലേ, മറ്റുള്ളവരുടെ ദുഃഖത്തിനെ കാണുമ്പോഴുള്ള ആ ഒരു ദുഃഖം അതാണ്. കാരണം എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഈ യുദ്ധം ചെയ്തത് കൃഷ്ണ, എന്റെ സുഖത്തിനും അല്ലെങ്കിൽ എന്റെ രാജ്യ സിംഹാസനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴാണ് യുധിഷ്ഠിരനോട് പറയും ഭഗവാൻ നമുക്ക് പോയിട്ട് ഭീഷ്മദേവനെ കാണാം. എന്നിട്ട് ഭീഷ്മദേവനിൽ നിന്ന് ഉപദേശം കൊടുക്കുകയാണ് യുധിഷ്ഠിരന്. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഉപദേശിക്കേണ്ടതേ ഉള്ളൂ ഭീഷ്മരെ അല്ല യുധിഷ്ഠിരനെ. പക്ഷെ ഭഗവാൻ അവിടെ തന്റെ ഭക്തനെയാണ് നിയോഗിച്ചത്. കാരണം ഭഗവാൻ എപ്പോഴും പറയില്ലേ, കൗന്ദേയ പ്രതിജാനാഹി നമേ ഭക്ത പ്രണശ്യതി. പറയൂ അർജുന, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. എന്റെ ഭക്തന് അത്രയും അധികം വാത്സല്യമാണ് ഭഗവാന് ഭഗവാന്റെ ഭക്തന്മാരോട്. അപ്പോ ഇവിടെ ഭീഷ്മദേവരുടെ സങ്കടം അത് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല് കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിച്ചു. ആ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അവര് ഇവിടേക്കൊക്കെ വിളിച്ചോണ്ട് വരുന്നുണ്ട് അല്ലെ. വിതുരരും ഭീഷ്മ ആണ് വിളിച്ചോണ്ട് വരികയാണ്. ഭീഷ്മദേവരുടെ സാന്നിധ്യത്തിൽ അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവിടെ അവർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആരായിരുന്നു? ദുര്യോധനൻ. എന്നാൽ ദുര്യോധനനെ അങ്ങനെ അത്രയും മോശമായ ഇതിലേക്ക് നയിച്ചത് ആരാണ്? ശകുനി. അപ്പൊ ശകുനി എന്തുകൊണ്ട് നമുക്ക് ഇവിടെ പറയണു എന്ന് വെച്ചാല് ഈ ഒരു യുദ്ധത്തിന്റെ എല്ലാ തരത്തിലുള്ള ആ എല്ലാത്തിനും ഓരോ കാരണങ്ങൾ വേണം അല്ലേ. ഭഗവാൻ പറയില്ലേ നിമിത്തം എന്ന് പറയണ പോലെ എല്ലാ കാരണങ്ങളെ കൊണ്ടെന്ന് എത്തിച്ചത് ശകുനിയുടെ കുതന്ത്രങ്ങളാണ്. ഭഗവാൻ പറയണ്ട ദ്യൂതം ചലയതാമസ്മിന്ന് 10ാമത്തെ ശ്ലോകത്തിൽ പറയണ്ട ദ്യൂതം ചൂതുകളിലെ ഏറ്റവും അഗ്രഗണ്യമായ, അതായത് വഞ്ചരിക്കുന്നതിൽ ഏറ്റവും വഞ്ചകനായിട്ടുള്ള ആളാണ് ഭഗവാൻ. ഇവിടെ നമ്മൾ ഇതും ഭഗവാന്റെ തന്നെ ഒരു ഇതാണല്ലേ ശകുനിയെ കൊണ്ട് ചെയ്യിച്ചത്. അപ്പോ ശകുനി ഇവിടെ ചൗപ്പാട്ടിയിലെ ഒരു ഇതിൽ പറയണ എന്താ വെച്ചാൽ ശകുനി എന്ന് പറയുന്നത് ഒരു ആള് ഇവിടെ നിന്നിട്ട് എന്താ ചെയ്യിക്കുന്നത്, എന്തൊക്കെ നമ്മൾ കൃഷ്ണാവബോധത്തില് നമ്മുടെ ഉയർച്ചയില് ആത്മീയമായ ഉയർച്ചയില് നമ്മൾക്ക് ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ അതെല്ലാം ശകുനി ചെയ്തത് അല്ലെ. ശകുനി എന്തൊക്കെയാ ചെയ്തത്? ശകുനി യമനിയമങ്ങളില് നമ്മൾക്ക് നിയമങ്ങളുണ്ട്, ചൂതുകളി പാടില്ല എന്നുള്ളത്. ശകുനി അതിൽ വെച്ചിട്ടാണ് എല്ലാവരെയും തോൽപ്പിക്കുന്നത്. ആ ശകുനിയുടെ കുതന്ത്രങ്ങള് മനസ്സിലാവാഞ്ഞിട്ടല്ല യുധിഷ്ഠിരന്, പക്ഷെ യുധിഷ്ഠിരന്റെ ധർമ്മം. ദുര്യോധനനാണ് ചൂതുകളിക്ക് വേണ്ടി യുധിഷ്ഠിരനെ വിളിക്കുന്നത്. യുധിഷ്ഠിരനെ വിളിക്കും ചൂതുകളിക്ക് വരാനായിട്ട്. അപ്പോ ക്ഷത്രിയർക്കൊരു ധർമ്മമുണ്ട്, യുദ്ധത്തിനായാലും ചൂതുകളിക്കായാലും വിളിച്ചു കഴിഞ്ഞാല് അവര് പോണം എന്നുള്ളതാണ് അവരുടെ ധർമ്മം. അപ്പൊ ആ ധർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യുധിഷ്ഠിരൻ ചൂതുകളിക്ക് വിളിച്ചപ്പോ വന്നതും. ഈ ദുര്യോധനൻ കളിക്കേണ്ട സ്ഥാനത്ത് ദുര്യോധനൻ ആളെ വെച്ചിട്ട് ശകുനിയെ വെച്ചിട്ടാ കളിപ്പിക്കണേ. കാരണം ശകുനിയുടെ പകിടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശകുനി എന്താണോ മനസ്സിൽ വിചാരിക്കുന്ന നമ്പർ ആ പകിട വീഴും. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. യുധിഷ്ഠിരനും അറിയാം. യുധിഷ്ഠിരന് വേണമെങ്കിൽ ഭഗവാനെ വിളിക്കായിരുന്നു, പക്ഷെ യുധിഷ്ഠിരൻ അത് ചെയ്തില്ല. കാരണം യുധിഷ്ഠിരന്റെ ധർമ്മം എന്തുകൊണ്ടാണ്? ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം. ഭഗവാന്റെ പ്രീതിപ്പെടുത്താൻ, അത് ചൂതുകളി ഭഗവാനെ പ്രീതിപ്പെടുത്താനാണോ എന്ന് ചോദിച്ചാൽ താൻ ചെയ്യേണ്ട ധർമ്മം, താൻ ചെയ്യേണ്ട കടമ താൻ തന്നെ ചെയ്യണം. അതാണ് ഇവിടെ യുധിഷ്ഠിരൻ ചെയ്തത്. യുധിഷ്ഠിരനാണ് ഇവിടെ ചൂത് കളിക്കേണ്ട ആളായതുകൊണ്ട് യുധിഷ്ഠിരൻ അത് ചെയ്തു. നേരെ മറിച്ച് ദുര്യോധനൻ അവിടെയും വഞ്ചിപ്പിക്കുകയാണ് അല്ലെ, യുധിഷ്ഠിരനെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദുര്യോധനൻ അറിയാം, കാരണം അത്രയും പെർഫെക്റ്റ് ആണ് യുധിഷ്ഠിരൻ ചൂതുകളിലും. അപ്പോ ആ യുധിഷ്ഠിരനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ദുര്യോധനന് നന്നായിട്ട് അറിയാം. അപ്പൊ ദുര്യോധനൻ എന്ത് ചെയ്തു? ശകുനി ഏർപ്പെടുത്തി. അപ്പൊ ശകുനി ഇവിടെ എന്താ ചെയ്തത്? ശകുനി വന്നിട്ട് ഗാന്ധാരി കല്യാണം കഴിപ്പിച്ചത് തന്നെ ശകുനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അപ്പൊ ആ സമയത്ത് തൊട്ടുള്ള ആ ദേഷ്യവും വൈരാഗ്യവും എല്ലാം കൂടെ ഇവിടെ ശകുനി എന്താ ചെയ്തത്? കൗരവരുടെ പക്ഷത്ത് നിന്നു. അപ്പൊ ശകുനിയെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ്. എന്നാൽ യുധിഷ്ഠിരനോ പോസിറ്റീവാണ് അല്ലെ. എല്ലാം ഭഗവാന്റെ ഇഷ്ടത്തിനാ ചെയ്യുള്ളൂ. നേരെ മറിച്ച് ശകുനി എല്ലാം നെഗറ്റീവായിട്ട്, എല്ലാം തെറ്റായിട്ടുള്ള മാർഗങ്ങളാ ചെയ്യാം. അതായത് ദുര്യോധനന്റെ ആ ഉള്ളില് തെറ്റായ എല്ലാ ചിന്തകളും വരുത്തിയതും ഈ പാണ്ഡവരെയും കൗരവരെയും തമ്മിൽ തല്ലിപ്പിച്ച്
ഈ യുദ്ധത്തിന് വരെ എത്തിച്ചതും ആരാണ്? ശകുനിയുടെ കുതന്ത്രങ്ങളാണ്. ഈ ദുര്യോധനോട് പറഞ്ഞു കൊടുക്കണത് എന്താ? നിന്റെ അച്ഛനാണ് രാജാവായത്, അതുകൊണ്ട് നിനക്കാണ് രാജ്യം കിട്ടേണ്ടത്, യുധിഷ്ഠിരനല്ല. അന്ന് തൊട്ട് ഓരോ തരത്തിലും അവരെ പറ്റിച്ച് അവരുടെ രാജ്യം തട്ടിയെടുത്ത് അവരെ എന്താ പറയാ കാട്ടിലേക്ക് അയച്ച് പിന്നെ അജ്ഞാതവാസം നടത്തി. എന്തിനാ ഇതെല്ലാം ചെയ്തത്? ഇതെല്ലാം ചെയ്തത് അവര് ഒരിക്കലും, അതായത് അജ്ഞാതവാസ സമയത്ത് അവരെ പിടിക്കപ്പെടുമെന്നും തിരിച്ചും അവരുടെ കാലം കഴിയണവരെ ഇവര് തന്നെ രാജാവായിട്ട് ഇരിക്കുമെന്നും. അപ്പൊ ഇവരാരും കുറ്റം പറയില്ലല്ലോ, തട്ടിയെടുത്തു എന്ന് ആരും പറയില്ലല്ലോ, ആരോപിക്കാൻ സാധിക്കില്ല. അങ്ങനെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ ആ ഒരു പ്ലാനിങ്ങിന്റെ മുമ്പിൽ ഇതൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ശകുനിയിൽ നിന്ന് മനസ്സിലാക്കണ്ടേ. എത്ര കുബുദ്ധിയായിരുന്നാലും എത്ര മിടുക്കനായിട്ട് വഞ്ചിക്കാൻ സാധിച്ചാലും അതിനും മുകളിലാണ് ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ. ഭഗവാന്റെ ഓരോ ഭഗവാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളില് ഭഗവാന്റെ ആ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതിനെ മനസ്സിലാക്കാനായിട്ടുള്ള കരുണ നമുക്ക് വേണം. ഭഗവാന്റെ കരുണ നമുക്ക് വേണം. ഭഗവാന്റെ കരുണ ഉണ്ടെങ്കിൽ അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനേ സാധിക്കില്ല. അത് പ്രഹ്ലാദ മഹാരാജാവും പറയുന്നുണ്ട് അല്ലെ, ഭഗവാനെ കുറിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേണം. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട്, ഒരു ഭക്തന്റെ അനുഗ്രഹം ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാനോ ഭഗവാൻ എന്താണ് ചിന്തിക്കണതെന്നോ പറയാനായിട്ട് ഇവിടെ സാധിക്കില്ല. എന്താണ് ഇവിടെ ഉള്ളത്? ശകുനിക്കുള്ളത് എന്താ ഉള്ളത്? പ്രതികാര ബുദ്ധിയായിരുന്നു. കുശുമ്പ്, പക. കാരണം അത്രയും മിടുക്കന്മാരാണ് പാണ്ഡവരല്ലേ. അപ്പൊ ആ പാണ്ഡവരെക്കാളും മിടുക്കരാക്കണം എന്റെ മരുമക്കളെ എന്നുള്ള ആ ഒരു ഒരു അസൂയുണ്ട് ഇവിടെ. പിന്നെന്താ? പ്രതികാര ബുദ്ധി. കണ്ണ് കാണാത്ത ഒരാളെ കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഗാന്ധാരി കണ്ണ് മൂടി കെട്ടിയിട്ട് ജീവിക്കേണ്ടി വന്നു. അപ്പൊ ആ ഒരു പ്രതികാരം അത് വീട്ടാനായിരുന്നു ദുര്യോധനെ ശരിക്കും ഉപയോഗിച്ചത്. ആ പക, ആ ദേഷ്യം. അപ്പൊ ഈ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, നമ്മൾ ഈ ഷഡ്വൈക്യങ്ങള്, അതായത് അസൂയ, കുശുംബ, കുനിഷ്ഠ, മത, മാത്സര്യം, ഇതൊന്നും നമുക്ക് പാടില്ല എന്നാണ് നമ്മള് കൃഷ്ണാവബോധത്തിൽ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് പാടില്ല എന്ന് നമുക്ക് പറയണത്? അത് എത്രത്തോളം നമ്മളിൽ ഉണ്ടോ അത്രത്തോളം ആത്മീയമായിട്ടുള്ള മുന്നേറ്റത്തിന് അത് നമുക്ക് തടസ്സമാണ്. നമ്മളിപ്പോ നന്നായിട്ട് ജപിക്കും, നന്നായിട്ട് പാടും, നന്നായിട്ട് എന്താ പറയാ ഭഗവാന് വേണ്ടി സേവകളൊക്കെ ചെയ്യുമ്പോഴും നമ്മളെ മാതിരി തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാളും ഒരു പടി മുകളിൽ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ ഈ മാതാജി എങ്ങനെ ചെയ്തു. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് തോന്നും, ഓ അവര് കുഴപ്പമില്ല എന്ന് തോന്നും. കുറച്ച് കഴിയുമ്പോൾ അതൊരു ആ ചിന്ത കൂടുന്നതനുസരിച്ചിട്ട് എന്താവും, നമ്മുടെ ഉള്ളിൽ അതൊരു ചെറിയൊരു അസൂയക്ക് കൊടുക്കും, ഇടം കൊടുക്കും. അങ്ങനെ അസൂയ വന്നു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയോടുള്ള നമ്മുടെ ഒരു പകയ്ക്ക് കാരണമാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ വ്യക്തിയെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് പറയാനായിട്ട് ശ്രമിക്കും. അങ്ങനെ പറഞ്ഞ് നമ്മള് സ്വയം നമ്മളാണ് അവിടെ താഴ്ന്നു പോണത്. കാരണം നമ്മുടെ ക്വാളിറ്റി അവിടെ കുറയുക ചെയ്യണത്. എല്ലാവരും പെർഫെക്റ്റ് അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭഗവാൻ ഈ മഹാഭാരത യുദ്ധ സമയത്ത് നമുക്ക് പല ആൾക്കാരെയും കാണിച്ചു തരുന്നുണ്ട്. വിതുരര്, ഭീഷ്മര്, പാണ്ഡവര്, കൗരവര്, ഇതെല്ലാം നമ്മളെ കാണിച്ചു തരുന്നതും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതും എങ്ങനെ നമ്മൾ ജീവിക്കണം, എങ്ങനെ ഭഗവാന് സേവ ചെയ്യണം. വിതുരരും ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും സഹോദരനാണ്. ആ ധൃതരാഷ്ട്രരുടെ ക്വാളിറ്റീസും വിതുരരുടെ ക്വാളിറ്റീസും നമുക്കറിയാൻ വ്യത്യാസം അല്ലെ. ധൃതരാഷ്ട്രര് കണ്ണ് ഭൗതികമായിട്ടുള്ള കാഴ്ചയും ഉണ്ടായിരുന്നില്ല, ആത്മീയമായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ മൂടിയ പോലെ തന്നെയായിരുന്നു. ഒരിക്കലും അദ്ദേഹം ഭഗവാനെ സ്വയം അംഗീകരിക്കാൻ സമ്മതിച്ചിട്ടില്ല. എന്നാൽ വിതുരര് ഭഗവാനെ മാത്രം അംഗീകരിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ പാണ്ഡവര് എന്തൊക്കെ കഷ്ടങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്, ആ കഷ്ടങ്ങൾ മുഴുവനും ഭഗവാന്റെ കൂടെ നിന്ന് അവർക്ക് അതിനെ അനുഭവിക്കാൻ സാധിച്ചു. എന്നാൽ കൗരവരെന്താ ചെയ്തത്? അവര് സത്യം പറഞ്ഞ കഷ്ടങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. അവര് എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് എല്ലാവരിൽ നിന്നെല്ലാം തട്ടിപ്പറിച്ച് എല്ലാ വിധത്തിലുള്ള തെറ്റുകളും ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴും അവരുടെ മുമ്പിൽ ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും അവർക്ക് അത് ഭഗവാനാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാരുണ്യം ഭഗവാൻ അവർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അതാണ് നമ്മൾ മഹാഭാരതത്തിലെ ഓരോ ക്യാരക്ടർക്കും ഓരോ തരത്തിലുള്ള നമുക്ക് അറിയാനായിട്ടുള്ള ഇതുണ്ട്. അതായത് ഈ ശകുനിയുടെ സ്വഭാവം വച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും ആധ്യാത്മികമായിട്ട് മുന്നേറാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ
ഇവിടത്തെ യുധിഷ്ഠിരന്റെ പ്രാധാന്യം എന്താ? സത്യസന്ധത. യുധിഷ്ഠിരൻ ഒരിക്കലും സത്യം വിട്ടിട്ട് ഒന്നും ചെയ്യില്ല. പിന്നെ ധർമ്മം, സ്നേഹം. ആ എല്ലാ എന്താ യുദ്ധത്തില് ഇത്രയധികം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇതിനെല്ലാം കാരണക്കാരനായ വല്യച്ഛനായ ധൃതരാഷ്ട്രരെ യുദ്ധത്തിന് ശേഷം സ്വന്തം രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ സേവ ചെയ്യാനായിട്ട് യുധിഷ്ഠിരനെ പോലെ വേറെ ആർക്കും സാധിച്ചില്ല. ഭീമന് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട് യുധിഷ്ഠിരൻ ചെയ്യണ കാണുമ്പോൾ. പക്ഷെ യുധിഷ്ഠിരന് ഒരിക്കലും അതൊരു തെറ്റായിട്ടില്ല. കാരണം വയസ്സായിട്ടുള്ളവരാണ്, അവർക്ക് മക്കളെല്ലാം മരിച്ചവരാണ്, അതിന് കാരണക്കാരൻ ഞാനാണെന്നാണ് യുധിഷ്ഠിരൻ ചിന്തിക്കേണ്ടത്. യുധിഷ്ഠിരൻ എന്താ ചിന്തിക്കണേന്ന് വെച്ചാൽ, ഈ ധൃതരാഷ്ട്രര് 100 മക്കളുണ്ടായിട്ടും അദ്ദേഹത്തിന് നോക്കാനോ ആരും ഇല്ലാണ്ടായി. അദ്ദേഹം ഇപ്പോൾ ഒറ്റപ്പെട്ടതാണ്. അപ്പോൾ എന്റെ വല്യച്ഛന് ഒരു ദ്രോഹവും ദോഷവും തോന്നരുത്, കാരണം ഇതിനെല്ലാം കാരണം ഞാനാണല്ലോ. അങ്ങനെയാണ് യുധിഷ്ഠിരൻ ചിന്തിക്കുന്നത്. കാരണം യുധിഷ്ഠിരൻ എന്താ പറയാ, യുദ്ധസമയത്ത് അർജുനൻ വിചാരിച്ച പോലെ എനിക്ക് ഈ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ രാജ്യം വേണ്ട എന്ന് വിചാരിച്ചെങ്കിൽ യുദ്ധം വരില്ലായിരുന്നു അല്ലെ. യുദ്ധം വന്നിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ധൃതരാഷ്ട്രരുടെ മക്കളൊന്നും കൊല്ലപ്പെടില്ലായിരുന്നു. അപ്പോ യുധിഷ്ഠിരൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ധർമ്മത്തിനും സത്യസന്ധതയ്ക്കും സ്നേഹത്തിനും. അതാണ് ആ സ്നേഹം. എന്റെ പിതാമഹൻ അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ സ്ഥാനത്തുള്ള വല്യച്ഛൻ അങ്ങനെ ഓരോ സമയത്തും അത്രയധികം സ്നേഹത്തോടും ആ ധർമ്മത്തോടും ആ ധർമ്മബോധത്തോടും സത്യസന്ധതയോടും. കാരണം നമുക്കറിയാം, അശ്വത്ഥമാവിനെ കൊല്ലുന്ന സമയത്ത് യുധിഷ്ഠിരൻ പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് ദ്രോണാചാര്യർക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ യുധിഷ്ഠിരന്റെ സത്യസന്ധതയുടെ മഹത്വമാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്നാൽ ദ്രോണാചാര്യർ ഒരിക്കലും കൃഷ്ണൻ പറയട്ടെ എന്ന് പറഞ്ഞില്ല അല്ലെ. ഭഗവാനാണ്, ഭഗവാന്റെ ആ മഹിമകളെല്ലാം അറിയുന്നിട്ട് പോലും കൃഷ്ണൻ പറഞ്ഞിട്ടേ എന്ന് പറഞ്ഞില്ല. കാരണം കൃഷ്ണൻ പാണ്ഡവരുടെ സെറ്റ് ചെയ്ത് എന്തും പറയുന്നു ദ്രോണക്കറിയാം. ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യുന്നുള്ളത് ദ്രോണാചാര്യർക്ക് അറിയാം. എന്നാൽ ദ്രോണാചാര്യർക്ക് പറഞ്ഞത്, യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരായാലും ശത്രുക്കളായാലും ശരിയാണെങ്കിൽ അത് ശരിയെന്ന് പറയുന്ന ആളാണ്. ഇപ്പൊ ദുര്യോധനൻ ചെയ്ത ശരിയെ ഒരിക്കലും അത് സ്വന്തം എനിക്ക് അല്ലെങ്കിൽ നമുക്ക് തെറ്റായിട്ട് വരും എന്നറിഞ്ഞാൽ പോലും ആ സത്യസന്ധതയ്ക്ക് മുമ്പില് ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല. അറിയായിരുന്നു ആ കളി കളിച്ചാൽ തോറ്റു പോകും, കളിയുടെ പോക്ക് കണ്ടപ്പോ അറിയാം അവിടെ വച്ച് നിർത്താൻ മതിയായിരുന്നു. പക്ഷെ അവിടെ വച്ച് നിർത്തിയില്ല. കാരണം അത് ആ രാജാവിന്റെ ധർമ്മമാണ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴും ആരെയും പഴിച്ചില്ല. അതാണ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ സ്വന്തം തെറ്റിനെയാണ് എല്ലാം സ്വന്തം തെറ്റായിട്ട് എടുത്തിട്ട് ആ ഭഗവാന്റെ ഇച്ഛ എന്താണോ അവിടെയും ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അതാണ് യുധിഷ്ഠിരൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആ യുധിഷ്ഠിരന്റെ ആ സത്യസന്ധതയുടെ ആ ഇതിനെയാണ് ദ്രോണാചാര്യർ അവിടെ കാണിച്ചു തന്നത് നമുക്ക്. അശ്വത്ഥാമാവ് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഉറക്കെ പറഞ്ഞപ്പോ ദ്രോണാചാര്യര് ചോദിക്കുന്നത്, യുധിഷ്ഠിരൻ പറഞ്ഞാൽ, പക്ഷെ യുധിഷ്ഠിരൻ പറയില്ല എന്ന് കൃഷ്ണൻ അറിയാം. അപ്പൊ യുധിഷ്ഠിരൻ എന്ത് വന്നിട്ട് പറഞ്ഞു? അശ്വത്ഥമാവ് എന്ന ആന മരിച്ചു എന്ന് പറയാനാണ് പറയുന്നത്. അങ്ങനെ യുധിഷ്ഠിരൻ അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആന എന്നുള്ളത് താത്തി പറയാൻ പറഞ്ഞു. അങ്ങനെ താത്തി പറഞ്ഞു ദ്രോണാചാര്യന്റെ ശരീരം ഉപേക്ഷിക്കേണ്ടതെന്ന്. അപ്പോ അത്രയും നീതിമാനായ ഒരാളായിട്ടാണ് യുധിഷ്ഠിരൻ നമുക്കിവിടെ കാണിച്ചു തരുന്നത്. പിന്നെ പറയുന്നു, ഈ എന്താ പറയാ, ഈ ചൂതുകളിയിൽ എന്താ ഉണ്ടായത്? ചൂതുകളിയില് ഹസ്തിനാപുരത്തിന്റെ ചരിത്രം തന്നെ മാറ്റി. ചരിത്രം എങ്ങനെ മാറ്റിയത്? അത് വന്നിട്ട് ഓരോ സമയത്തും പകിട തിരിയണതനുസരിച്ചിട്ട് എന്താ ഉണ്ടായത്? എല്ലാവരുടെയും ജീവിതത്തിന്റെ തലവര തന്നെ മാറ്റി അല്ലേ. ആ ഓരോ പകിടയ്ക്ക് അനുസരിച്ചിട്ടാണ് പാണ്ഡവരുടെ ലൈഫിൽ ഉണ്ടായ ഓരോ പ്രശ്നങ്ങൾ. അങ്ങനെ കളിയിൽ നിന്ന് എന്താ അവർ നേടിയത് മാനനഷ്ടം. എന്തൊക്കെയാണ് പാണ്ഡവർക്ക് കിട്ടിയത്? മാനനഷ്ടം, വേദന, ദുഃഖം, അവസാനം യുദ്ധം കഴിഞ്ഞപ്പോ എന്ത് കിട്ടി? അപ്പോഴും ദുഃഖം തന്നെ അല്ലെ. എല്ലാ മക്കളും മരിച്ചു. ആകെ ഉണ്ടായിരുന്നതാണ് ഒരു പുത്രന്, അതായത് അഭിമന്യുവിന്റെ കുട്ടി. അതിനെ കൂടെ കൊല്ലാനായിട്ടുള്ള അസ്ത്രം ഉപയോഗിച്ചു. അതും നമുക്കറിയാം. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അതായത് യമനിയമങ്ങള്, 4 യമനിയമങ്ങള് നമ്മൾ പാലിക്കണം എന്ന് നമ്മളോട് ഇസ്കോണിലാണ് പറഞ്ഞു തരുന്നത് അല്ലെ. പ്രത്യേകിച്ച് വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. ആ 4 യമനിയമങ്ങൾ നമ്മൾ പാലിക്കുന്നതിന്റെ പ്രത്യേകത നമുക്കിവിടെ മനസ്സിലാക്കാണ്. കാരണം യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞ ആളുടെ ധർമ്മത്തിന്റെയും സ്വഭാവ ഗുണങ്ങളുടെയും
അത്രയും മൂർത്തിഭാവമാണ്. ആ ആള് ഇതെല്ലാം വന്നപ്പോഴും ഈ മാനനഷ്ടം, വേദന, ദുഃഖം ഇതിലൊരിക്കലും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. അത് അതേപടി സ്വീകരിക്കുക ചെയ്തത്. അപ്പൊ യുധിഷ്ഠിരൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്? ധർമ്മത്തിനും സത്യസന്ധതയ്ക്കും വേണ്ടി എന്തും പണയം വയ്ക്കാൻ യുധിഷ്ഠിരൻ തയ്യാറാണ്. അതാണ് ഇവിടെ കാണിച്ചു തന്നത്. യുധിഷ്ഠിരൻ ആ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം പണയം വെച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടിട്ട് പുറത്തേക്ക് വരേണ്ടി വന്നു. എന്നാൽ നേരെ മറിച്ച് കള്ളവും ചതിയും വഞ്ചനയും ഇതെല്ലാം വെച്ചിട്ടാണ് കൗരവപക്ഷം മുന്നേറിയത്. പിന്നെ ഭീഷ്മദേവനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം 12 മഹാജനങ്ങളിൽ ഒരാളാണെന്നും അത്രയും പ്രാധാന്യമുള്ള ഒരാളായതുകൊണ്ടാണ് നമ്മൾ ഇസ്കോണില് ഭീഷ്മ പഞ്ചകം ആചരിക്കും. ആ ലാസ്റ്റ് 5 ദിവസം നമ്മള് അന്നം ഒന്നും എടുക്കാണ്ട്, ചിലവര് ജലപാനം പോലും ഇല്ലാണ്ട് എടുക്കണവരുണ്ട്. അപ്പൊ അതെന്തിനാണ്? ഭീഷ്മദേവരുടെ ആ പ്രത്യേകത, ബഹുമാനാണ് ഭീഷ്മദേവരോടുള്ളത് നമ്മൾ കൊടുക്കുന്നത്. കാരണം അത്രയ്ക്കധികം ഭീഷ്മദേവരുടെ നമ്മൾ ആ ഭീഷ്മ പഞ്ചകം എടുത്തിട്ടുണ്ടെങ്കിൽ ആധ്യാത്മികമായിട്ട് നമുക്ക് പുരോഗതി ഉണ്ടാവും. ഈ 12 മഹാജനങ്ങളിലെ ഒരാളായ ഭീഷ്മദേവന്റെ ഇതിനെപ്പറ്റി എന്തുകൊണ്ട് ഭഗവാന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് യുദ്ധം ചെയ്തു എന്നുള്ളതിനെ പറ്റി രാധാസ്വാമി മഹാരാജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഭീഷ്മദേവരെ എപ്പോഴും ഭഗവാന്റെ സേവനത്തിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവാൻ എന്താണോ ചിന്തിക്കുന്നത് അത് ഭീഷ്മദേവർക്ക് അറിയാം. അപ്പൊ നമ്മള് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഭീഷ്മദേവര് ദുര്യോധനന്റെ അവിടെയാണ് നിന്നിരുന്നതെന്നും ദുര്യോധനന്റെ രീതിയില് നിന്നത് കൊണ്ട് ദുര്യോധനന് വേണ്ടിയിട്ട്, ദുര്യോധനന്റെ ആ സന്തോഷത്തിനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഭീഷ്മദേവര് ഇതെല്ലാം ചെയ്തതെന്നാണ് അല്ലെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. എന്നാൽ ദുര്യോധനന്റെ കടപ്പാട് അല്ലെങ്കിൽ ദുര്യോധനന്റെ പക്ഷത്തിലായതുകൊണ്ടല്ല ഇത് ചെയ്യണതെന്നാണ് രാധാസ്വാമി മഹാരാജ് നമുക്ക് പറഞ്ഞു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോകുമ്പോൾ പ്രഭുപാദയും പറഞ്ഞു തരുന്നുണ്ട് അത് തന്നെ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭീഷ്മദേവര് എന്തുകൊണ്ടാണ് കുരുക്കളുടെ പക്ഷം നിന്നത്? വേണമെങ്കിൽ ഭീഷ്മദേവർക്ക് അന്ന് ചോദിക്കേണ്ട യുദ്ധസമയത്ത് അല്ലെ, ആർക്കൊക്കെ ഈ സൈഡിലേക്ക് പാണ്ഡവരുടെ പക്ഷത്തേക്ക് വരണം, അല്ലെങ്കിൽ ആർക്കൊക്കെ കൗരവരുടെ പക്ഷത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ പോകാമെന്നുണ്ടെങ്കിൽ ഭീഷ്മദേവർക്ക് വേണമെങ്കിൽ ഇപ്പുറത്തെ വരാം. കാരണം ആരായാലും രാജാവായാൽ മതി, ആ സിംഹാസനത്തിനെ രക്ഷിക്കണം എന്ന് മാത്രമേ ഭീഷ്മദേവരുടെ പ്രതിജ്ഞയിൽ പറഞ്ഞുള്ളൂ. പക്ഷെ ഭീഷ്മദേവർ അത് വന്നില്ല. എന്തുകൊണ്ടാണ് അത് വരാണ്ടിരുന്നത്? കാരണം ഭഗവാനെ ഒന്ന് നേരിട്ട് കാണാം. ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് ഭീഷ്മദേവര്. പിന്നെ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഭഗവാന്റെ ഇച്ഛ അതാണെന്നാണ് ഭീഷ്മദേവർക്ക് മനസ്സിലായി. എന്തിനാണ് ഭഗവാൻ അങ്ങനെ ഒരു ഇച്ഛ കാണിക്കുന്നത്? ഭഗവാൻ എന്തിനാണ് അങ്ങനെ ഒരു ഇച്ഛ എന്ന് വെച്ചാൽ ഒരു മാതൃക ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാണ്. അതായത് തന്റെ ഭക്തൻ ശത്രുവായിട്ട് നിന്നാലും, ശത്രുവായിട്ട് മാറേണ്ട വന്നാലും ആ ഭക്തന്റെ സ്ഥാനം സ്വീകരിക്കുന്നത് സ്നേഹത്തിലാണ്. ഭഗവാനോടുള്ള ആ സ്നേഹത്തിലാണ് ഭീഷ്മര് എതിർ പാർട്ടിയിൽ നിൽക്കുന്നത്. കാരണം അത്രയ്ക്ക് ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഭീഷ്മദേവൻ. ഭീഷ്മദേവൻ അറിയാം എവിടെ ഭഗവാൻ, എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനിധിർ നദിർമമാന്ന് നമ്മള് ഭഗവത്ഗീതയിലെ അവസാന ശ്ലോകത്തിൽ പഠിക്കുന്നുണ്ട്. എവിടെ ഭഗവാൻ ഉണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആളുമാണ് ഭീഷ്മദേവര്. എന്നാ എനിക്ക് ജയിച്ചാൽ മതി, എല്ലാ യുദ്ധങ്ങളിലും ജയിച്ചിട്ടുള്ള ആളാ പരശുരാമൻ. ഭഗവാന്റെ തന്നെ അംശാവതാരമായ പരശുരാമനോട് പോലും ഏറ്റുമുട്ടിയിട്ട് ജയിച്ചിട്ടുള്ള ആളാണ് ഭീഷ്മദേവൻ. അപ്പൊ ഭഗവാൻ എനിക്ക് ജയം മാത്രം മതി, എനിക്ക് തോൽവി വേണ്ട, ഞാൻ എന്താ പാണ്ഡവപക്ഷത്തേക്ക് വരണമെന്ന് ഭീഷ്മദേവൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? എന്റെ ഭഗവാന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛയുണ്ട്. എന്തായിരുന്നു ഭഗവാന്റെ ഇച്ഛ? എത്ര ശക്തനാണെങ്കിലും സ്വച്ഛന്ത മൃത്യുണ്ട് ഭീഷ്മർക്ക് അല്ലെ. ഒരിക്കലും ആർക്കും ഭീഷ്മരെ കൊല്ലാൻ പറ്റില്ല. എപ്പോഴാണോ ഞാൻ മരിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഭീഷ്മദേവന് ആ ഒരു ശക്തിയുണ്ട്. അപ്പൊ എത്ര ശക്തനായാലും, എത്ര സമ്പന്നനായാലും, എത്ര പണ്ഡിതനായാലും, എത്ര സുന്ദരനായാലും, എത്ര പ്രശസ്തനായാലും ഭഗവാന്റെ പക്ഷത്തിലല്ലെങ്കിൽ അവിടെ പരാജയം നിശ്ചയമാണ്. ഭഗവാൻ തീരുമാനിക്കാണ്ട് ഒരാളെ രക്ഷിക്കാനോ ഭഗവാൻ തീരുമാനിക്കേണ്ട ഒരാളെ കൊല്ലാനോ സാധിക്കില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്.
രാഖേ കൃഷ്ണ മാരേക്ക്, മാരേ കൃഷ്ണ രാഖേക്ക്. ഞാനത് എപ്പോഴും തെറ്റിച്ച് പറയാറുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആ ഒരു ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. ഭീഷ്മദേവരെ ഭഗവാന്റെ ഇച്ഛപ്രകാരം അത് കാണിച്ചു തന്നതാണ്. എത്ര ശക്തി ഉണ്ടെങ്കിലും സ്വച്ഛന്ത മൃത്യു എന്നാണെങ്കിലും ഭഗവാന്റെ പക്ഷത്തിലല്ലാത്ത ഒരാൾക്ക് ഇത് എന്താ പറയാ, പരാജയം സുനിശ്ചിതമാണ്. ഭഗവാൻ ആരാണ്? അച്യുതൻ. അപ്പൊ അജയ്യനായ ഭഗവാൻ, ആ ഭഗവാനെ ആർക്കും കീഴടക്കണം സാധിക്കില്ല. അഥവാ കീഴടക്കണമെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ട ക്വാളിറ്റിയാണ് സ്നേഹം. ഭഗവാന്റെ പ്രേമരസത്തില് നമുക്കറിയാം 12 രസങ്ങളില് 5 മുഖ്യമായ രസങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലെ. ഗോപികമാരായാലും യശോദാമ്മയായാലും അർജുനനായാലും പിന്നെ എന്താ പറയാ, അവിടുത്തെ പശുക്കളായാലും ഗോപികമാരായാലും എല്ലാവരും ഭഗവാനെ എങ്ങനെ കൊണ്ട് പ്രേമത്തില് എന്താ എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ, നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇങ്ങനെ എന്താ പറയാ, എല്ലാ ഈ ബ്രഹ്മവിമോഹന ലീലയിൽ കേട്ടിട്ടുണ്ട്. ഭഗവാനും എല്ലാവരുടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്താണ് ആരാണ് ഭഗവാന്റെ വലിയൊരു ഇഷ്ടമുള്ള ഒരാളുണ്ടല്ലോ, മധുമംഗള. അദ്ദേഹം ആ ഗോപന്റെ വായല് അന്ന് മോരാ കൊണ്ടുവന്നെ. അപ്പൊ കൃഷ്ണന് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ മോര് മുഴുവനും വായലേക്ക് ഒഴിക്കും. വായയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ ആ കവളത്തെ ഒരൊറ്റ അടി അടിക്കുമ്പോ ആ മോര് മുഴുവനും ഭഗവാന്റെ വായയിലേക്ക്. ഇത് ബ്രഹ്മാവ് കാണുമ്പോഴാണ് ബ്രഹ്മാവിന് തോന്നുന്നത്, എന്താ ഈ കാണുന്നത്? പരമദിവ്യോത്തമ പുരുഷനായ സാക്ഷാൽ ഭഗവാനാണോ വേറൊരാളുടെ ഇച്ചിരി വായയിലേക്ക് എടുക്കുന്നത് അല്ലെ. അത് കണ്ടപ്പോഴാണ് ബ്രഹ്മദേവന് ആകെ ഒരു എന്താ പറയാ, അതും ഭഗവാന്റെ ലീല. എന്നാലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ബ്രഹ്മദേവൻ, എന്നാൽ ബ്രഹ്മദേവനും ആ ജനങ്ങളിൽ ഒരാളാണ്, ബ്രഹ്മസംഹിത എഴുതിയിട്ടുള്ള ഒരാളാണ്. ആ ഒരു ചെറിയൊരു സമയം, അതാണ് ഭഗവാന്റെ മായ എന്ന് പറഞ്ഞാൽ. നമുക്കൊന്നും ഇതൊന്നും പറയണതോ ചെയ്യണതോ ഒന്നല്ല, നമുക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത്രയും ഭയങ്കരമാണ് അല്ലെ. ആ ബ്രഹ്മദേവനെ അവിടെ ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ മാറ്റിക്കുകയാണ്. ഒരു കൊച്ചു കുട്ടിയായിട്ട് കാണിച്ചു തരാ. അതാണ് ഭഗവാന്റെ സ്നേഹം. ആ ഭഗവാന്റെ അവർക്ക് ഭഗവാനോടുള്ള പ്രേമം. അതുപോലെ ഗോവർദ്ധന ലീലയിൽ കമ്പൊക്കെ കൊണ്ടു നോക്കിയല്ലോ അല്ലെ, ഇങ്ങനെ എന്താണ് ഗോവർദ്ധനത്തിന് താങ്ങായിട്ട്. എന്നാൽ ഭഗവാന്റെ ആ ചെറുവിരലിൽ നിൽക്കുന്ന ആ ശക്തി അവർക്ക് അറിയണില്ല. കാരണം അവർക്ക് അവരുടെ കൃഷ്ണൻ അവരുടെ സുഹൃത്താണ്. അതിനപ്പുറം അവർക്ക് വേണ്ട, അറിയണ്ട അവർക്കൊന്നും. എന്റെ കൃഷ്ണൻ എന്ന് പറയുമ്പോ ആ എന്റെ കൃഷ്ണൻ കാമുകനായിട്ട് വരുന്നുണ്ട്, മകനായിട്ട് വരുന്നുണ്ട്, കൂട്ടുകാരനായിട്ട് വരുന്നുണ്ട്. എല്ലാക്ക തരത്തിലാണോ ഭഗവാനെ സ്വീകരിക്കാൻ പറ്റുക, ആ തരത്തിലൊക്കെയാണ് അവർ സ്വീകരിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്, ഭഗവാനോടുള്ള ആ പ്രേമരസം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മൾക്ക് എന്തും ചെയ്തു തരുള്ളൂ. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. കൗന്ദേന പ്രതിജാനാക്കി നമ്മെ ഭക്ത പ്രണശതി, നീ ഉറക്കെ പ്രഖ്യാപിക്കൂ എന്ന് പറയുമ്പോ ഭഗവാൻ കൂട്ടിച്ചേർക്കണ്ടേ. അതായത് എന്റെ ഭക്തന്റെ ഇഷ്ടത്തിന്, എന്റെ ഇച്ഛ പ്രകാരമാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ചിലപ്പോ ഞാൻ ആ ഭക്തനെ ചവിട്ടിന്ന് വരും, ചിലപ്പോ അവനെ കഷ്ടത്തിൽ പെടുത്തിന്ന് വരും, അവന്റെ എല്ലാ സമ്പത്തും ഞാൻ എടുത്തു എന്ന് വരും. ചില സമയത്ത് ഞാൻ അവനെ എല്ലാം കൊടുത്തു എന്ന് വരും. അത് എന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് അർജുന ഞാൻ ചെയ്യുന്നത്, അല്ലാണ്ട് നിങ്ങളുടെ ഇച്ഛയല്ല ഇവിടെ നടക്കണതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാന്റെ ഇച്ഛ എന്താണോ അതാണ് കുരുക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത്. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഭീഷ്മദേവര്. അതുകൊണ്ടാണ് ഭീഷ്മദേവര് മഹാജനായിട്ട് മാറിയത്. അപ്പൊ ധീരമായ മാനസികാവസ്ഥയിലാണ് ഭീഷ്മദേവര് ഭഗവാനെ സേവിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഭഗവാന്റെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഭഗവാനായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് എന്താ ഉണ്ടായേ? സ്വയം ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് ഭഗവാൻ ആ ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ചു. അങ്ങനെ ആ കടമ നിറവേറ്റാൻ സാധിച്ചു. ഭഗവാൻ പറയുന്നുണ്ട്, അതായത് ഞാൻ എല്ലാ സാധുക്കളുടെ ഹൃദയത്തിലുമുണ്ട്, ആ സാധുക്കളെല്ലാം എന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഭീഷ്മദേവരുടെ കണ്ണിൽ നിന്ന് അശ്രുക്കൾ വീഴുന്നു എന്നാ പറയുന്നത്. കാരണം ഇത്ര എല്ലാം അനുഭവിച്ചിട്ടും അവിടെ വന്ന്, എന്നാ അവരൊരിക്കലും പോലും ചോദിച്ചിട്ടില്ല ഭീഷ്മ പിതാമഹൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് എഗൻസ്റ്റിൽ നിന്നു, ഞങ്ങളെ കൊല്ലുന്നു വരെ പറഞ്ഞതാണ് അല്ലെ. ഭീഷ്മ പിതാമഹൻ പറയുന്നുണ്ടല്ലേ, ഞാൻ നിങ്ങളെ നാളത്തേക്ക് ദുര്യോധനോട് പറയുന്നുണ്ട്, നാളെ ഞാൻ അവരെ 5 പേരെ കൊല്ലും. അതും ഭീഷ്മദേവൻ പറയുമ്പോഴും ഭീഷ്മദേവൻ അറിയാം ഭീഷ്മദേവനാൽ അവരെ കൊല്ലാൻ പറ്റില്ല. കാരണം അവിടെ ഭഗവാൻ അവരുടെ കൂടെ ഉണ്ട്. അപ്പോ ഇവിടെ കിടന്നുകൊണ്ട് ഭീഷ്മദേവൻ ചിന്തിക്കുകയാണ്, എന്തൊക്കെ ആ കുട്ടികൾ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു, അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നിട്ട്
എന്തോരം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കൊടുക്കാൻ പറ്റുമോ അത് മുഴുവനും ദുര്യോധനന്റെ കൂട്ടരും ചേർന്നിട്ട് ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഭീഷ്മദേവരിൽ നിന്നപ്പോഴും അവരെ എല്ലാം രക്ഷിക്കാനായിട്ട് ആ സമയത്ത് വിതുരര് പലതരത്തിൽ ഇപ്പോ ഇതുണ്ടായിരുന്നു, എന്താ പറയാ, അരക്കില്ല ഉണ്ടായിരുന്നു. ആ അരക്കില്ലത്തിൽ നിന്ന് രക്ഷിക്കാനൊക്കെ ആ സമയത്തെല്ലാം വിതുരര് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഭീഷ്മദേവര് ഇവരൊന്നും ഇങ്ങനെയൊന്നും ഉപദ്രവിക്കുന്നുള്ളത് ഭീഷ്മദേവര് ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഓരോ സമയത്തും അവരെ രക്ഷിച്ച് അതിന്റെ കൂടെ നിന്ന് അവസാനം എന്താ, അവരിതെല്ലാം കഴിഞ്ഞ് അവര് വന്നിട്ട് അവർക്ക് ഹസ്തിനാപുരം അല്ല, അവർക്ക് ആ ഇന്ദ്രപ്രസ്ഥം കൊടുത്തിട്ട് അതും തട്ടിപ്പറിച്ചെടുത്ത് അവരെ അവിടെ നിന്നും ഓടിച്ച്, അങ്ങനെ എല്ലാം ആ സമയത്ത് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കൃഷ്ണര്. എന്നിട്ട് കരയാണല്ലേ ഇവിടെ. ആനന്ദാശ്രു എന്നാ പറയുന്നത്. എന്തുകൊണ്ട് ആനന്ദാശ്രു? ഇതെല്ലാം കഴിഞ്ഞപ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് വിജയം ഉണ്ടായത്. കാരണം ഭീഷ്മദേവർ അങ്ങനെ ഒരു ശബ്ദം എടുത്തിട്ടുണ്ടല്ലോ. ആ എന്താ പറയാ, ആ രാജ്യഭരണം, ആ കിരീടത്തിന് അവകാശി അല്ലെങ്കിൽ ആ ഇതിന്റെ രാജാവിന്റെ ഇതിന് അവകാശിയായിട്ട് അതിന്റെ ആ സ്ഥാനത്ത് ഇരിക്കാൻ അവകാശിയായിട്ട് ധർമ്മിഷ്ഠനായ ഒരാളെ കിട്ടി. അതാണ് ഭീഷ്മദേവർക്ക് ആനന്ദാശ്രു വന്നത്. ഇത്രയും ധർമ്മത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരാൾ ഇനി കിട്ടാനില്ല എന്നുള്ളത് ഭീഷ്മദേവർക്ക് അറിയാം. അതുകൊണ്ട് ആ സമയത്ത് ആ വാത്സല്യം, ഏറ്റവും സ്നേഹമാണ് അർജുനനെയും യുധിഷ്ഠിരനെയും ഒക്കെ. ആ വാത്സല്യത്തോടു കൂടെ ആനന്ദാശ്രു ഇങ്ങനെ വരുന്നു എന്നാ പറഞ്ഞത്. ഞങ്ങളിൽ നിന്നും താനേ പൊടിഞ്ഞു. അങ്ങനെ തന്റെ എന്താ പറയാ പൗത്രർ അനുഭവിച്ച ആ കൊടിയ പീഡനങ്ങളിൽ നിന്ന് എല്ലാ ദുര്യോധനത്തിനും മാറ്റിയിട്ട് ആ സിംഹാസനത്തില് യുധിഷ്ഠിരനെ ഇരുത്താനായിട്ട്, ആ സിംഹാസനം അല്ലെ, ആ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യനായ ഒരാളെ തന്നെ കിട്ടി എന്നുള്ള ആ ഒരു സംതൃപ്തിയോടുകൂടെ അദ്ദേഹം അവരെ അനുമോദിക്കാൻ പോവാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും പ്രണാമം. ഇതില് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു സോ മച്ച് മാജി, താങ്ക് യു സോ മച്ച്. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് മാജി ഉറക്കത്തിലായി. ഇന്ന് രാവിലെ എനിക്ക് പ്രിപ്പയർ ചെയ്ത് എടുത്തതാണെന്ന് എനിക്കറിയാം. താങ്ക് യു മാജി. വളരെ നന്ദിയുണ്ട് മാജി. കാരണം ഇന്ന് ക്ലാസ് ഇല്ലാതിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകണം എന്നുള്ളത് മാജിയുടെ കൂടെ ഒരു കൺസേൺ ആയിട്ട് എടുത്ത് മാജി ഇന്ന് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തു മാജി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. മാതാജി, ഇത് ഭഗവാൻ തരുന്ന ഒരു ചാൻസ് അല്ലേ മാതാജി? ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, അതൊക്കെ ഭഗവാൻ എനിക്ക് കൊണ്ട് തരുന്നതാണ്. ആ സമയത്ത് അത് പറയാൻ സാധിച്ചതിലുള്ളൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഈ പുതിയ കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടത്. എല്ലാ കാര്യങ്ങളും പുതിയതാട്ടെ മാതാജി. ഈ ഭീഷ്മദേവന് ഇങ്ങനത്തെ കൺസേൺ കൊടുത്ത് ഭഗവാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. അത് രാധാസ്വാമി മഹാരാജ് പറഞ്ഞതാ മാതാജി. രാധാസ്വാമി മഹാരാജിന്റെ ഒരു പ്രഭാഷണത്തിലുണ്ട്. എന്നാലും മാതാജിയുടെ വാക്കുകളിലൂടെയല്ലേ ഞങ്ങൾക്ക് അതറിഞ്ഞ. എത്രയും നല്ലൊരു ഇതൊക്കെ കിട്ടുമ്പോഴേ അത് ഭയങ്കര ഒരു സന്തോഷായി. ഹരേ കൃഷ്ണ. ഭാഗവതത്തിൽ ഇനി വരുന്ന അധ്യായത്തില് ഭാവാർത്ഥത്തിലും കൊടുക്കുന്നുണ്ട്. അത് പക്ഷെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇത് രാധാസ്വാമി മഹാരാജ് വളരെ ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ, മാതാജി ഇന്നലെ പറഞ്ഞ പോലെ, നമുക്ക് ചെയ്യാനായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹത്തില് നമുക്ക് തരുമ്പോ നമുക്കത് വരുമ്പോ അത് കിട്ടും മാതാജി. അതല്ല. ഹരേ കൃഷ്ണ. എന്തേന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. എന്നാലും വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമം. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ട് വൃന്ദാവനേശ്വരി മാതാജി? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാതാജി. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം ഇതിന്റെ കൂടെ. കാരണം നമ്മള് എത്ര അറിഞ്ഞാലും അല്ലെ പിന്നെയും ഉണ്ടാവും. ഹരേ കൃഷ്ണ.
നിർത്താലോ ആ, മാതാജി ചൂത് കളിക്കുമ്പോ ഭഗവാനെ വിളിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഉദ്ധവരോട് ഭഗവാൻ ഉദ്ധവര് ചോദിക്കണ്ടല്ലോ ഭഗവാൻ എന്തിനാണ് ഇവര് ഭക്തന്മാരായിട്ട് ഇത്ര കഷ്ടം കൊടുത്തതെന്ന് ചോദിക്കുമ്പോ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, അവര് എന്നെ വിളിച്ചിട്ടില്ല. ആ സമയത്ത് ഞാൻ അവിടെ പുറത്തുണ്ടായിരുന്നു. ദുര്യോധനൻ ചെയ്ത പോലെ ധർമ്മപുത്രക്ക് ചെയ്യാമായിരുന്നു. അതേപോലെ ദ്രൗപദി എല്ലാവരെയും വിട്ടിട്ടാണ് അവസാനമാണ് ഭഗവാന്റെ അടുത്ത് ചെന്നത്. അങ്ങനെ ഓരോരോ ഉദ്ധവര് പറയുന്ന ഓരോരോ കാര്യങ്ങൾക്കും ഭഗവാൻ ഓരോരോ പോയിന്റ് ആയിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ട്. എന്നെ അവര് ആ സമയത്ത് വിളിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് ആയാലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെല്ലാതിരുന്നത്. അല്ലാതെ എന്റെ ഭക്തന്മാരെ അങ്ങനെ കഷ്ടപ്പെടണം എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടില്ല എന്ന് ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട്. മാതാജി ഇപ്പോ വിളിച്ചില്ലല്ലോ, ശകുനിക്ക് പകരം വേണമെങ്കിൽ ധർമ്മപുത്രനെ എൻഗേജ് ചെയ്യാൻ ഭഗവാനോട് ചെയ്യാൻ പറയാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. പക്ഷെ ഭഗവാൻ തന്നെ അത് പറയുന്നുണ്ട്, എന്നെ വിളിച്ചില്ല എന്നുള്ളത് ഭഗവാൻ പറയുന്നുണ്ട്. അല്ലേ? അതൊരു ക്വാളിറ്റിയാണ് മാതാജി. യുധിഷ്ഠിരന്റെ ആ ക്വാളിറ്റിയാണ് ഇവിടെ കാണുന്നത്. കാരണം യുധിഷ്ഠിരൻ ധർമ്മത്തിന് എതിരായിട്ട് ഒന്നും ചെയ്യില്ല. കൃഷ്ണനെ വിളിച്ചു കളിച്ചാൽ അത് യുധിഷ്ഠിരൻ കളിച്ച പോലെ ആവില്ലല്ലോ. യുധിഷ്ഠിരനാണല്ലോ യുധിഷ്ഠിരന്റെ ധർമ്മം ചെയ്യേണ്ടത്. യുധിഷ്ഠിരനെയല്ലേ കളിക്കാൻ വിളിച്ചത്. അതാണ് ആ ക്വാളിറ്റി യുധിഷ്ഠിരന്റെ. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഭഗവാൻ തന്നെ പറഞ്ഞു, രാധാസ്വാമി മഹാരാജ് പറയുന്നുണ്ട്, ഭഗവാന്റെ ഇച്ഛയുടെ അനുസരിച്ചിട്ട് ഒരു ഭക്തനെ ചവിട്ട്, ഇടിക്ക്, കൊല്ല്, അല്ലെങ്കിൽ അവന്റെ എല്ലാം തട്ടിപ്പറക്കിയ ഭഗവാൻ ചെയ്യുന്നു. അങ്ങനെയാണ് അതിൽ പറയുന്നത്. അതേസമയം എല്ലാം കൊടുക്കാനും ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ അത് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഭഗവാന്റെ ഒരു കളിയാണല്ലോ മാതാജി. കാരണം ഇങ്ങനെയൊക്കെ വന്നാലല്ലേ അതിനോടൊരു ഇത് വരുള്ളൂ അല്ലെ. ഹരേ കൃഷ്ണ. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത് ഓരോന്നും ഭഗവാന്റെ എന്താ പറയാ കളികളായിരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ചെയ്യിച്ചതായിരുന്നു എന്നൊക്കെ. പണ്ട് നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു വെരി മച്ച്. അതുകൊണ്ടാണ് യുധിഷ്ഠിരനെ അത്രയും ധർമ്മിഷ്ഠനായിട്ട് കണക്കാക്കുന്നത്. ഒരിക്കലും അവിടെ ജയമോ തോൽവിയോ ഒന്നും അല്ല, എന്ത് നഷ്ടപ്പെടുന്നു എന്നല്ല യുധിഷ്ഠിരൻ, എങ്ങനെ ധർമ്മത്തിനെ നിലനിർത്തണം എന്ന് മാത്രമേ യുധിഷ്ഠിരൻ ചിന്തിക്കുന്നുള്ളൂ. അതാണ് യുധിഷ്ഠിരന്റെ പ്രത്യേകത എന്നാട്ടോ ഞാൻ മനസ്സിലാക്കിയത് മാതാജി. അതെ അല്ല ഞാൻ അങ്ങനെ ശരിയാണ് മാതാജി പറഞ്ഞത്, ശരിയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഭഗവാൻ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അതേ ഉള്ളൂ. അല്ലാതെ ബാക്കി മാതാജി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ്. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്, എല്ലാം ഭഗവാന്റെ പ്ലാനിങ് ആണ്. ഭഗവാൻ അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ എല്ലാം ഭഗവാന്റെ അറേഞ്ച്മെന്റിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോ ഭഗവാൻ പറഞ്ഞ പോലെ യുധിഷ്ഠിരൻ ചെയ്തില്ല. അങ്ങനെയുണ്ട്. ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം എന്ന് പറയുമ്പോഴും അശ്വത്ഥാമ ഹത എന്ന് പറയാൻ പറഞ്ഞിട്ട് അവസാനം കുഞ്ചര എന്ന് പറയുന്നുണ്ട്. അതും ധർമ്മിഷ്ടം ആദ്യം ചെയ്ത് കാണിക്കാൻ വേണ്ടി ആണെങ്കിൽ കൂടി ഭഗവാൻ പറഞ്ഞതിനെ അതുകൊണ്ടാണല്ലോ പൊങ്ങി നിന്നിരുന്ന യുധിഷ്ഠിരന്റെ രഥം. അപ്പൊ ധർമ്മം ഭഗവാൻ പറയുന്നതാണ്. അത് സ്വന്തം ആ ധർമ്മം ഇതിന് വേണ്ടിയിട്ട് യുധിഷ്ഠിരൻ അവിടെ അങ്ങനെ ചെയ്തില്ല. അങ്ങനെയും ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ധർമ്മം സാക്ഷാൽ ഭഗവത് പ്രണീതം എന്നുള്ളത് യുധിഷ്ഠിരൻ അവിടെ ധർമ്മത്തിന് മുൻതൂക്കം കൊടുത്തു. പക്ഷെ ഭഗവാൻ പറയുന്നതാണ് ധർമ്മം എന്ന് യുധിഷ്ഠിരൻ അവിടെ ചെയ്തില്ല. അവിടെ അതിനാണ് യുധിഷ്ഠിരന്റെ ആ ക്വാളിറ്റിക്കാണ് യുധിഷ്ഠിരൻ മുൻതൂക്കം കൊടുത്തത്. അതുകൊണ്ടാണ് യുധിഷ്ഠിരന്റെ പൊങ്ങി നിന്നിരുന്ന ആ രഥം താഴെ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇന്ന് രാവിലെ ഒരു ക്ലാസ്സിൽ കേട്ടതാണ്. അതായത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് അർജുനൻ എല്ലാം ചെയ്തിരുന്നത്. തെറ്റായാലും ശരിയായാലും വലിയ വലിയ വീമ്പൊക്കെ ഇളക്കുന്നുണ്ടെങ്കിലും അർജുനൻ ഭഗവാന് എതിരായിട്ട് ഒന്നും ചെയ്യില്ല. ഭഗവാൻ എന്ത് പറഞ്ഞാലും അർജുനൻ ചെയ്യും. അതുപോലെയല്ല യുധിഷ്ഠിരൻ ധർമ്മത്തിനാണ് മാതാജി പറഞ്ഞാലും മുൻതൂക്കം കൊടുത്തിരുന്നത്. അതാണ്. ഹരേ കൃഷ്ണ മാതാജി. അർജുനനും ആക്ച്വലി മറ്റേ സന്താന ഗോപാലൻ പാസ് ടൈമില് ഭഗവാനോട് ചോദിക്കാതെ പോയി ഇതൊക്കെ എടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അർജുനനും ഭഗവാന് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് പറ്റുന്നുള്ള ഒരു വിചാരത്തിൽ പോകുന്നുണ്ട്. ആ ഒരു പ്രൈഡ് ഭഗവാൻ ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം. പക്ഷെ ഭഗവാൻ ഇതാണ് കാണിച്ചു തരുന്നത്, ഡിവോട്ടീസ് എത്രത്തോളം ഭഗവാനില് നമ്മളെക്കാളും കൂടുതൽ വിശ്വാസം ഭഗവാനിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഇത് അത്രയും ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവാനെ ഫുൾ ഇത് കിട്ടുള്ളൂ. അതെ, അത് പറഞ്ഞ പോലെ ഭഗവാന്റെ എല്ലാം ഭഗവാനെ നേരിട്ട് കണ്ട് അറിഞ്ഞ് എല്ലാം ചെയ്തിട്ടും കൂടിയാണ് അർജുനൻ അത് ചെയ്യണത് അല്ലെ ആ ലീലയില്.
അതാലോചിച്ച് നോക്കൂ. ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. എത്ര നമ്മൾ അറിഞ്ഞാലും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നിർത്താല്ലേ മാതാജി? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മാതാജി? ഹരേ കൃഷ്ണ, പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. പ്രഭു പ്രണാമം. മാതാജി സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പ്രഭുവിന് എങ്ങനെയുണ്ട് ഇപ്പൊ? ശാരീരികമായിട്ട് നല്ല സുഖം തന്നെ? കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു. പ്രഭുജിയും മാതാജിയും കാണുക എന്ന് പറയുന്നത് തന്നെ നമുക്കിടയൊക്കെ ഭയങ്കര സന്തോഷമാണ്. ആ ശാന്ത സ്വഭാവവും എല്ലാം നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ ആ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഈ സത്സംഗത്തിൽ നിന്ന് വിട്ടുപോയപ്പോ പിന്നെ മാതാജിയും പ്രഭുജിയും കാണാൻ പറ്റാത്ത അതാതുള്ള ഒരു നെടുന്തൂണായിരുന്നു മാതാജിയും പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിവേൾ മാതാജി. അറിയില്ല. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ മാതാജി, ഈ 5 ഭർത്താക്കന്മാരും ഉള്ളപ്പോഴല്ലേ ദ്രൗപദീനെ ദുശാസനൻ വലിച്ചഴിച്ച് കൊണ്ടുവന്നു? അപ്പൊ അവര് ആരും പ്രതികരിക്കാത്തത് എന്തായിരുന്നു മാതാജി? ആ സമയത്ത് ചൂതുകളിലെല്ലാം നഷ്ടപ്പെട്ടൂല്ലോ മാതാജി. നഷ്ടപ്പെട്ട സമയത്ത് അവരുടെ ദാസനായില്ലേ. അപ്പൊ ഇവര് യജമാനനായി. അപ്പൊ അവര് പറയണത് എന്താ വെച്ചാൽ ദാസന്റെ ഭാര്യ എന്ന് പറയണത് പോലും ദാസിയായിട്ട് മാറി എന്നാ പറയണത് ദ്രൗപദി. എല്ലാം നഷ്ടപ്പെട്ട പിന്നെ അവർക്ക് എന്താ ഉള്ള ഒന്നുമില്ല. ഭാര്യയും അവരുടെ സ്വന്തം അല്ലാന്ന്. അത് അപ്പൊ അവര് പണയം വെച്ചു എന്നുള്ളത് ശരിയല്ലല്ലേ മാതാജി? ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ ഭാഗവതം, അതുകൊണ്ട് ഞാൻ പണയം വെച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ്രൗപദിയെ പണയം വെക്കാനുള്ള അധികാരം ശരിക്കും ഇല്ലല്ലോ യുധിഷ്ഠിരന്. കാരണം ദ്രൗപദിയെ പണയം വെക്കാനുള്ള അധികാരമില്ല. പക്ഷെ ദുര്യോധനന്റെ എല്ലാം അവര് പണയം വെച്ചപ്പോൾ അതിന് ഞാനും ഒന്നും കൂടെ ക്ലിയർ ചെയ്യണം മാതാജി. അങ്ങനെ ദ്രൗപദിയെ പണയം വെച്ചു എന്ന് പറയുന്നുണ്ട്, പണയം വച്ചിട്ടില്ല. പക്ഷെ ഇവര് ദാസന്മാരായതുകൊണ്ടാണ് ദ്രൗപദിയെ അവര് ദാസിയായിട്ട് എടുത്തതെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി മാതാജി അറിയാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കിക്കൊള്ളു. കാരണം അതുകൊണ്ടാണ് അങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് വരുന്നത്. വായിക്കാത്തോണ്ട് ഇങ്ങനെയുള്ള മാതാജി അതൊക്കെ നമുക്ക് കിട്ടും. കാരണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുക. അതെന്താണാവോ അങ്ങനെ ചെയ്തേന്ന്? അതൊരു ഭയങ്കര തെറ്റല്ലേ? 5 ഭർത്താക്കന്മാരുണ്ടായിട്ട് ഒരു സ്ത്രീയുടെ മാനം രക്ഷിക്കാൻ പറ്റിയില്ലേ? ഭഗവാൻ തന്നെ വേണ്ടി വന്നു. അത് എന്തൊരു ഭഗവാൻ തന്നെ വേണ്ടി വന്നു. അല്ല, ശരിക്കും ഒരു 5 ഭർത്താക്കന്മാർ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ തെറ്റാന്നുള്ളത് പറയെങ്കിലും ചെയ്യായിരുന്നു. അത് ആരും ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. മാതാജി അവിടെ ഭീമൻ ഇതാവണ്ട്. ഭീമൻ അവിടെ ആക്രോശിക്കാനായിട്ട് ഇറങ്ങണ്ട. അപ്പൊ ദുഷ്യനാ പറഞ്ഞത് മിണ്ടാണ്ടിരിക്കാൻ. കാരണം അവിടെ അത് പറയാനുള്ള അവകാശം അവർക്ക് ഇല്ലാണ്ടായി. അവര് തന്നെ എല്ലാം പണയം വെച്ചില്ലേ. ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയില്ലേ അവര്. എല്ലാത്തിനും എല്ലാം പണയം വെച്ചിട്ട് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ദുര്യോധനന്റെ ദാസന്മാരായിട്ട് മാറുകയാണ് അവിടെ. എന്നിട്ടാണ് ദ്രൗപദിയെ പിടിച്ചോണ്ട് വന്ന. ഒന്നാമത്തേന് ദ്രൗപദിയുടെ കല്യാണ സമയത്ത് തൊട്ടേ ഇവർക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമായിരുന്നു ദ്രൗപദിയെ കല്യാണം കഴിക്കണമെന്ന്. അത് സാധിച്ചില്ല. അപ്പോഴാണ് കർണൻ വന്നിട്ട് കർണനെ സൂതപുത്രൻ എന്ന് പറഞ്ഞ ദ്രൗപദിയെ അധിക്ഷേപിക്കുന്നുണ്ട്. എന്താ പറയാ, സ്വയംവര സമയത്ത് കല്യാണം കഴിക്കാനായിട്ട് വരുമ്പോ ഇല്ല, സൂതപുത്രൻ എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. ആ ദേഷ്യം ഉണ്ട് ഇവരുടെ മനസ്സിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചൂതുകളിയും ഇതെല്ലാം സംഭവങ്ങളെല്ലാം വന്ന് ദ്രൗപദിയെ അർജുനൻ കല്യാണം കഴിച്ചെല്ലാം വന്നപ്പോഴേ ഇവരുടെ ഉള്ളില് ദ്രൗപദി പിന്നെ ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കിയ സമയത്ത് ദുര്യോധനൻ അവിടെ ഇങ്ങനെ വെള്ളം ചവിട്ടുക, അങ്ങനെയൊക്കെ പല സമയത്തും ഭഗവാൻ തന്നെ പ്രോത്സാഹിപ്പിക്കും ദ്രൗപദിയോട് ചിരിച്ചോളാൻ പറഞ്ഞിട്ടെന്ന്. അതൊക്കെ ഭഗവാന്റെ ഓരോരോ ലീലകളാണല്ലോ. അങ്ങനെയുള്ള ദ്രൗപദിയോടുള്ള അവരുടെ ആ ഒരു എന്താ നമ്മൾ പറയില്ലേ, ഒരു പക, ഒരു ദേഷ്യം, അസൂയ ഒക്കെ ഉണ്ടല്ലോ. അത് എല്ലാം കൂടെ അങ്ങോട്ട് പുറത്ത് ചാടിയതാണ്. ആ സമയത്ത് അവരെല്ലാം ഉപയോഗിക്കുക ചെയ്യണത്. അവരുടെ ആ ഓരോ ദേഷ്യം, അവർക്കുണ്ടായ ആ അപമാനം, ദേഷ്യം, അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത വസ്തുവിനോടുള്ള ആസക്തി, അതെല്ലാത്തിനും കൂടെ അവര് അവിടെ കരുവാക്കുക എന്ന് പറയില്ലേ നമ്മള്. അങ്ങനെ അവിടെ ആ ഒരു സദസ്സിൽ അത് ചെയ്തിട്ടാണ് എല്ലാത്തിൽ നിന്നും ഗാന്ധാരി പറഞ്ഞിട്ട് അവരെ മോചിപ്പിച്ചിട്ടാണ് പിന്നെ അവര് 12 വർഷം വനവാസത്തിലേക്കും 1 വർഷം അജ്ഞാതവാസത്തിലേക്കും പോണത്. ഭീമൻ അതല്ലേ ഭീമൻ പറയുന്നുണ്ടല്ലോ, അവിടെ വെച്ചിട്ടല്ലേ ഭീമൻ ശബ്ദം എടുക്കണത്. ദുശാസനന്റെ മാറ് പിളർന്ന രക്തം കൊണ്ട് ദ്രൗപദിയുടെ തലമുടി ഇതാക്കുന്ന പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഭീമന്റെ കർണന്റെ തൊടയിൽ വന്നിരിക്കാൻ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണ് പറയണത്. ആ സമയത്ത് രഥത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അർജുനൻ
എന്താണ് രഥത്തില് താഴെ ഇരിക്കുമ്പോ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഭഗവാൻ അവിടെ കണക്കാക്കണില്ല. ചെയ്തോളാനാ പറയണേ. അസ്ത്രം ഇടാനല്ലേ പറയണത്. കാരണം ആ ചെയ്ത ഓരോ തെറ്റുകൾക്കുള്ള ഇതായിട്ട്. അതുപോലെ ദുര്യോധനനെ ആയാലും ഭീമൻ ചെയ്യുന്നുണ്ട് മാതാജി. ഭീമൻ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞാൽ അവിടെ എടുക്കാനായിട്ടുള്ള എന്താ പറയാ ആ ഒരു ഇതുണ്ടായിരുന്നില്ല. അതെ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സംശയങ്ങളാണ്. ഹരേ കൃഷ്ണ. അത് അല്ല മാതാജി, നമുക്ക് ആർക്കും മുഴുവനൊന്നും അറിയില്ല മാതാജി. എല്ലാവരും പഠിച്ചു തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. കിട്ടുമ്പോഴൊക്കെ വായിക്കാം മാതാജി, ഭഗവാന്റെ കഥകള്, ഭാഗവതമൊക്കെ. ഹരേ കൃഷ്ണ. അത് നിർത്താം മാതാജി നമുക്കിവിടെ. ഐശ്വര്യ മാതാജി. മാജി ഹരേ കൃഷ്ണ. പഞ്ചകൽപതരുദ്ധിശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനം ഭാവ്യേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദേ ശിലപ്രപാദിതേ ശിലഗീതായ ഗൗരപ്രമാനന്ദേ. ഹരി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ.